ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളിപ്പോൾ രാത്രിയിലെ ഐഫിൽ ടവറിൻ്റെ ഭംഗി അറിയാൻ വേണ്ടിയിട്ട് രാത്രിയിൽ വന്നതാണ്. എന്താ പറയുക, നല്ല സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ തലയെടുപ്പോടുകൂടി പകലിനേക്കാൾ സുന്ദരിയായിട്ട് ഐഫിൽ ടവർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എല്ലാ ദിവസവും രാത്രി 8 മണി മുതൽ 1 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു 5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ലൈറ്റ് ഇവിടെ ഉണ്ടാവും, ഇതുപോലെ. അപ്പോൾ ഇത് കാണാൻ വേണ്ടി എല്ലാവരും ആ ഒരു സമയമാകുമ്പോൾ ഐഫിൽ ടവറിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞങ്ങളും പോയി സ്ഥലം പിടിച്ചത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 11 മണിയായത് അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് നേരം ഉണ്ടായിരുന്നു ആ ഒരു ലൈറ്റിങ്. അതൊരു കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഗോൾഡ് നിറത്തിലുള്ള ഐഫിൽ ടവറിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് സിൽവർ കളറിൽ ഇങ്ങനെ ലൈറ്റ് മിന്നി വരുന്നത് കാണാൻ നല്ലൊരു രസമുള്ളൊരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ അല്ലാതെ എല്ലാ സമയവും ഐഫിൽ ടവർ ഒരു ഗോൾഡ് നിറത്തിലായിരിക്കും രാത്രിയിൽ കാണുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. അപ്പോൾ രാവിലത്തെ ഐഫിൽ ടവർ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവരുടെ സ്ട്രീറ്റ് ഫുൾ ഓണായിരുന്നു. അതുപോലെ അതിനേക്കാൾ ഇരട്ടിയായിരുന്നു രാത്രി ഐഫിൽ ടവർ. സ്ട്രീറ്റ് പെർഫോമേഴ്സും ഡാൻസും പാട്ടും സോവിനിയേഴ്സ് കേൾക്കുന്ന ആൾക്കാരും ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെയും ഒക്കെ ആയിട്ട് ഫുൾ ഓണായിരുന്നു രാത്രിയിലെ ഐഫിൽ ടവർ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് അന്നൊരു ഫ്രഞ്ച് ഡിന്നറായിരുന്നു. ഞങ്ങളുടെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു പാരീസിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്രാൻഡായിട്ടായിരുന്നു അന്നത്തെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ ഡിന്നർ ബൊഫേ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഈ യൂറോപ്പ് ട്രിപ്പിലെ ഇത്രയും ഗ്രാൻഡായിട്ട് കഴിച്ച ദിവസം ഞങ്ങൾ അന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല ഒരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് ഒരു ഡിന്നറായിരുന്നു അത്. അതിന് മുന്നേ ഒക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. കറങ്ങാനൊക്കെ പോയിട്ട് മക്ഡിയോ അല്ലെങ്കിൽ എന്താ പറയുക പിസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചിലപ്പോൾ കപ്പ് നൂഡിൽസ് ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. മൊത്തത്തിൽ പറയുവാണെങ്കിൽ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് പണി കിട്ടിയൊരു ഡേ ആയിരുന്നു. എന്നിരുന്നാൽ കൂടി മുന്നത്തെ വീഡിയോസിൽ ഞങ്ങളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, സ്കാമിനെ പറ്റിയൊക്കെ. എന്നിരുന്നാൽ കൂടി നൈറ്റ് നന്നായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടിയായിരുന്നു ബാക്കി ആ ഫുൾ ഡേ ഞങ്ങൾ ഐഫിൽ ടവറിൻ്റെ അവിടെ കറങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.